Hello everyone, welcome to TechTutz. നിങ്ങൾ Xiaomi 13 Ultra'യുടെ ലോഞ്ച് കണ്ടായിരുന്നോ? ഞാൻ 4:30 തൊട്ട് ഒരു 6:30 വരെ കണ്ടായിരുന്നു. കൂടുതലും Xiaomi 13 Ultra മാത്രമാണ് കണ്ടത്. ഈ ഒരു സ്മാർട്ട് ഫോൺ കൂടാതെ അവർ Xiaomi Pad 6 പിന്നെ വാച്ച്, TV ഇതൊക്കെ ലോഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്നും കാണാൻ വന്നില്ല. ഞാൻ സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് മാത്രമാണ് കണ്ടത്. അപ്പം അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഇതെല്ലാം എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം എനിക്ക് ആവശ്യം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു ഫോൺ വരുന്നത് 3 കളേഴ്സിലാണ്. ഒലിവ് ഗ്രീന്, പിന്നെ പ്രൊഫഷണൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറ്, കൂടാതെ ഒരു വൈറ്റ് കളറും ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ അവർ ഏറ്റവും കൂടുതൽ നേരം സംസാരിച്ചത് വൈറ്റ് കളറിനെ കുറിച്ചാണ്. വൈറ്റ് ഭയങ്കര ലുക്കാണ്, ഭയങ്കര എലഗന്റ് ലുക്കാണ്, ഭയങ്കര പ്രോ ലുക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ നേരം അവർ വൈറ്റിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒലിവ് ഗ്രീൻ എന്നുള്ള കളറാണ്. അപ്പം ഈ 3 കളറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ കണ്ടല്ലോ. എനിക്ക് ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഒരു DSLR ക്യാമറ തന്നെയാണ്. ആ ഒരു വലിയ ക്യാമറ മൊഡ്യൂളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം. ആ ഒരു ക്യാമറ മൊഡ്യൂള് കുറച്ച് പൊട്ടുകൊണ്ടായിട്ടാണ് നിൽക്കുന്നത്. ആ ക്യാമറ മൊഡ്യൂളല്ല, ക്യാമറ മൊഡ്യൂള് ബാക്ക് പാനലുമായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ കുറച്ച് എക്സ്ട്രൂഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ പിടിക്കുന്ന ഒരു ഏരിയ കുറച്ച് സ്ലോപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു DSLR ക്യാമറ ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത്. പിന്നെ ഈ ഒരു ബാക്ക് പാനലിന്റെ ഫിനിഷ് ലെതർ ഫിനിഷാണ്. ആ ലെതർ ഫിനിഷിൽ ആ ഒരു ഗ്രീന് നല്ല ലുക്കായിട്ടുണ്ട്. എനിക്ക് അതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഒരു ലെതർ ഫിനിഷ് നല്ലൊരു ഗ്രിപ്പ് കൊടുക്കും ഈ ഒരു ഫോണിന്. അതാണ് എനിക്ക് തോന്നിയത്, നല്ലൊരു ഗ്രിപ്പ് കൊടുക്കും. പിന്നെ അവർ പറയുന്നത് ഈ ഒരു ലെതർ നാനോടെക് ലെതർ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ 99.9% ബാക്ടീരിയ റെസിസ്റ്റന്റ് ചെയ്യും എന്നും പറയുന്നുണ്ട്. അപ്പം ആ ഒരു ലെതർ ഫിനിഷ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കൂടാതെ ഈ ഒരു ഫ്രെയിമും ബോഡിയൊക്കെ ഒരു യൂണി ബോഡി മെറ്റൽ ഫ്രെയിം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് പഴയ ജനറേഷനേക്കാളും 4.4 ടൈംസ് ഇൻക്രീസ് ആയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ആ ഒരു ക്യാമറ മൊഡ്യൂളിൽ ചുറ്റും ഒരു ഗോൾഡ് റിംഗ് ഉണ്ട്. അത് നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഈ ഫോണ് Xiaomi 13 Ultra IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈനിനെ കുറിച്ച് പറയാനുള്ളത്. ആക്ച്വലി ഈ ഒരു ലോഞ്ചിൽ അവർ ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് Xiaomi 13 Ultra'യുടെ ക്യാമറ സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. 8 കോമ്പാക്ട് ഹൈ പെർഫോമൻസ് ഒപ്റ്റിക്കൽ ലെൻസ് ചേർന്നതാണ് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ. 8P അസ്ഫിരിക്കൽ ലെൻസ് ഡിസൈൻ എന്നാണ് ഈ ഒരു ലെൻസ് അറേഞ്ച്മെൻറ്റിനെ പറയുന്നത്. എക്സ്ട്രീം കോൾഡ് ആൻഡ് ഹോട്ട് സിറ്റുവേഷനിലും ഈ ഒരു ലെൻസ് നന്നായിട്ട് വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കാണിച്ചത് കുറച്ച് കമ്പാരിസൺ പിക്ചേഴ്സാണ്, ഇമേജസ് ആണ്. Xiaomi 13 Ultra'യും പിന്നെ iPhone 14 Pro Maxും തമ്മിലുള്ള കുറച്ച് ഇമേജ് കമ്പാരിസൺസ് ആണ് കാണിച്ചത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന 4 സെൻസേഴ്സും സോണിയുടെയാണ്. മെയിൻ സെൻസർ സോണിയുടെ IMX 989ഉം പിന്നെ ബാക്കി 3 സെൻസേഴ്സ് IMXന്റെ 858 സീരീസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ സെൻസർ 1 ഇഞ്ച് സെൻസറാണ്. ഈ ഫോണിൻ്റെ സൂം ലെവൽസ് പറയുന്നത് അൾട്രാ വൈഡ് 0.5x, വൈഡ് 1x, 3.2x ടെലിഫോട്ടോ,
കൂടാതെ 5x ടെലിഫോട്ടോ. അങ്ങനെ 4 സൂം ലെവൽസ് ആണ് ഈ ഒരു ഫോണിനുള്ളത്. കൂടാതെ 4 വേരിയബിൾ ഫോക്കൽ ലെങ്ത് ഉണ്ട്. 12mm, 23, 75 ആൻഡ് 120 mm ഫോക്കൽ ലെങ്ത്തും ഉണ്ട്. ഇത് കൂടാതെ 2 ഇൻവിസിബിൾ ഫോക്കൽ ലെങ്ത്തും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 6 ടൈപ്പ് ഫോക്കൽ ലെങ്ത് ഈ ഒരു ഫോണിനുണ്ട്. ഞാൻ പറഞ്ഞ 4 അല്ലാതെ 2 ഇൻവിസിബിൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 46mm 240mm. അപ്പോൾ ഇതാണ് ഈ 2 ഇൻവിസിബിൾ ഫോക്കൽ ലെങ്ത്. അതുകൂടാതെ സൂം ലെവൽ 2 കൂടെ ഉണ്ട്. 2x സൂം ഉണ്ട്, കൂടാതെ 10x സൂമും ഇതിനകത്തുണ്ട്. അങ്ങനെ 6 ഡിഫറെൻറ്റ് സൂം ലെവലും ഫോക്കൽ ലെങ്തും ഈ ഒരു ഫോണിന് ഉണ്ട്. പിന്നെ ഒരെണ്ണം ഹൈപ്പർ ഫോക്കൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ഒരു മോഡുണ്ട്. അതിനകത്ത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 0.6 മീറ്ററിന് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, 1.2 മീറ്റർ ഫോക്കസ് അഡ്ജസ്റ്റ്, കൂടാതെ 5 മീറ്ററിൻ്റെയും ഫോക്കസ് എന്നിങ്ങനെ 3 ടൈപ്പ് ഫോക്കസ് അറേഞ്ച്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അത് ഹൈപ്പർ ഫോക്കൽ ഫോട്ടോഗ്രാഫി എന്നാണ് പറയുന്നത്. പിന്നെയുള്ളൊരു എക്സൈറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് ഫിൽറ്റർ റിങ്സ് യൂസ് ചെയ്യാൻ പറ്റും. 67 മില്ലിമീറ്ററിൻ്റെ റിങ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നില്ല വേറൊരു കമ്പനിയുടെ ഫോൺസിലും ഇങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷവോമി, കാരണം ഷവോമി ഏറ്റവും കൂടുതൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ R&D പർപ്പസിന് വേണ്ടിയാണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. കൂടാതെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് 14 ബിറ്റ് റോ ഫോട്ടോസ്, 10 ബിറ്റ് ലോഗ് ഫോർമാറ്റ്, കൂടാതെ 8K റെക്കോർഡിങ്, 4K 60 FPS, അങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ നോക്കാം. Xiaomi 13 Ultra'യുടെ ഡിസ്പ്ലേ വരുന്നത് 2K OLED ഡിസ്പ്ലേ ആണ്. TCLൻ്റെ C7 പാനലാണ് ഈ ഒരു ഡിസ്പ്ലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 2600 നിറ്റ്സും മാക്സിമം ബ്രൈറ്റ്നസ് 1300 നിറ്റ്സുമാണ്. ഇതൊരു LTPO ഡിസ്പ്ലേ ആണ്, അതറിയാമല്ലോ എന്താണെന്ന്. 1 മുതൽ 120 Hz വരെ റിഫ്രഷ് റേറ്റ് കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു ഡിസ്പ്ലേക്ക്. അപ്പോൾ ഇതാണ് Xiaomi 13 Ultra'യുടെ ഡിസ്പ്ലേ കുറിച്ചുള്ള വിവരങ്ങൾ. ഇനി നോക്കുന്ന പെർഫോമൻസ്. സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 2 ചിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. LPDDR5X റാമാണ്. UFS 4.0 സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിൻ്റെ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി ലൂപ്പ് ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈ എൻഡ് ഫോണിൽ വരുന്നത് 16 GB റാമും 1 TBയുടെ സ്റ്റോറേജുമാണ്. പിന്നെ ഫാസ്റ്റ് ട്രാൻസ്ഫറിന് വേണ്ടി USB 3.2 ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററി. ഇനി ഇതിൻ്റെ ചാർജിങ്ങിനെ കുറിച്ച് പറയാം. ചാർജർ വരുന്നത് 90 വാട്ട്സിൻ്റെ വയേർഡ് ചാർജിങ്ങും 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങുമാണ് ഈ ഒരു ഫോണിന് വരുന്നത്. വയേർഡ് ചാർജിങ് 50% എത്താൻ വെറും 11 മിനിറ്റ് മതി. 100% എത്താൻ വെറും 34 മിനിറ്റ് മതി. പിന്നെ ഇനി നിങ്ങൾ കേൾക്കേണ്ടത് വയർലെസ് ചാർജിങ്ങിൻ്റെ സ്പീഡാണ്. വയർലെസ് ചാർജിങ് 50% എത്താൻ 19 മിനിറ്റും 100-ലെത്താൻ 49 മിനിറ്റുമാണ് എടുക്കുന്നത്. അതെന്തായാലും പൊളിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് Xiaomi 13 Ultra'യുടെ ഒരു ഓവറോൾ പിക്ചർ. നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി അവസാനമായിട്ട് പറയാൻ പോകുന്നത് Xiaomi 13 Ultra'യുടെ പ്രൈസ് വിവരങ്ങളാണ്. അപ്പോൾ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ്. 12GB 256GB സ്റ്റോറേജ് വേരിയൻ്റ് വരുന്നത് 5999 yen ആണ്. അതായത് ഇന്ത്യൻ റുപ്പി ഏകദേശം 71,500 രൂപ. പിന്നെ 16GB 512GB സ്റ്റോറേജ് വരുന്ന വേരിയൻറ്റിന് വില വരുന്നത് 6499 yen ആണ്. അത് ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 77,500 രൂപ. പിന്നെ ഇതിൻ്റെ ഹൈ എൻഡ് വേരിയൻ്റായ 16GB 1 TB സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റിന് 7299 yen ആണ്. അത് ഇന്ത്യയിൽ ഏകദേശം കൺവേർട്ട് ചെയ്യുമ്പോൾ 87,000 രൂപ. ഇത്രയും ഫീച്ചേഴ്സുള്ള Xiaomi 13 Ultra'യ്ക്ക് 87,000 രൂപ. അത് 16GB
റാമും 1 TB സ്റ്റോറേജും. അതെന്തായാലും പൊളിച്ചു. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും രൂപയായിരിക്കത്തുള്ളൂ. ഞാനൊരു 1 lakhനൊക്കെ പുറത്ത് പ്രതീക്ഷിച്ചു. പക്ഷേ ഈ ഒരു വേരിയൻറ്റ് 87,000 രൂപയ്ക്കാണ് ഇന്ത്യൻ പ്രൈസ് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ Xiaomi 13 Ultra'യുടെ വിശേഷങ്ങൾ എത്തിക്കണമെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ ആണിത്. അപ്പം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. സോ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് മൈ യൂട്യൂബ് ചാനൽ ടെക്ടൂട്സ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പ്ലീസ് സപ്പോർട്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രം പ്രജിത്ത്.